ഇപ്പോൾ പാലക്കാട് വി.ഡി. സതീശനും ഒപ്പം ശ്രീകണ്ഠൻ എം.പിയും അടക്കമുള്ള നേതാക്കളാണ് മാർച്ചിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സിയാലിൽ കേക്ക് മുറിക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം കരിങ്കൊടി പ്രതിഷേധം നടത്തുകയാണ്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ ഉണ്ട് നമുക്കൊപ്പം. 4ാം വാർഷികാഘോഷത്തിൽ സർക്കാരിൻ്റെ പിടിപ്പുകേടും സർക്കാരിൻ്റെ ഭരണവീഴ്ചയുമാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉയർത്തിക്കാണിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷം 4ാം വാർഷികാഘോഷത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാലക്കാട് ഇപ്പോൾ കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ റാലിയാണ്. ആ പ്രതിഷേധ റാലിയിൽ കരിങ്കുടിയുമേന്തി പ്രതിപക്ഷ നേതാവും വി.കെ. ശ്രീകണ്ഠൻ എം.പിയും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. രാഹുൽ മങ്കൂട്ടത്തിൽ എം.എൽ.എയും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കരിങ്കുടിയുമായി ഇപ്പോൾ പാലക്കാട്ടുകൂടി പ്രതിഷേധയാത്ര നടത്തുകയാണ്. ഇന്ന് സർക്കാരിൻ്റെ 4ാം വാർഷികമാണ്. ആ 4ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. സർക്കാർ വാർഷികാഘോഷത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പാലക്കാട് തുടങ്ങിക്കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോൺഗ്രസിന്റെ 4 വർഷം പൂർത്തിയാക്കുമ്പോൾ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇക്ബാലുണ്ട്. ഇക്ബാൽ, പ്രതിഷേധ മാർച്ചിൽ ഒരുപാട് പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് കോൺഗ്രസിന്റെ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾക്കെതിരായാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. സർക്കാർ ദൂർത്ത് നടത്തുന്നു. ഖജനാവ് കാലിയായിരിക്കുമ്പോഴും പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പാലക്കാട് വെച്ച മാധ്യമങ്ങളോട് നടത്തിയിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നഗരത്തിലൂടെ പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത്. കറുത്ത കൊടികൾ പിടിച്ച് കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ, അതുപോലെ തന്നെ വി.കെ. ശ്രീകണ്ഠൻ എം.പി, പാലക്കാട് ഡി.സി.സി അധ്യക്ഷൻ എ. തങ്കപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ട്. 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. പാലക്കാട് 5 വിളക്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ചതാണ്. ഇല്ല, മഴയില്ലാത്തത് കൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാണ്. അത്തരത്തിൽ ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നു. അവിടെ മറ്റുള്ള ജില്ലകളിലും പ്രതിഷേധം തുടരുന്നുണ്ട്. പക്ഷേ പാലക്കാട് തന്നെ വലിയ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പാലക്കാട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് എം.പി, പാലക്കാട് എം.എൽ.എ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയമാണ് സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. കരിദിനം ആചരിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് അറിയിച്ചിരുന്നു. വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കരിദിനം ആചരിക്കാൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് ഒരു ഭാഗത്ത് തുടക്കമാകുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം കരിദിനം ആചരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. പാലക്കാട് പ്രതിപക്ഷം ഇപ്പോൾ കരിദിനം ആചരിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കരിങ്കുടിയുമേന്തി പ്രതിപക്ഷ നേതാവും എം.പിയും അടക്കമുള്ളവരുണ്ട്.